ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മേഖലയിലെ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലി നിലമ്പൂരിന്റെ തെരുവുവീഥികളിൽ പ്രകമ്പനമായി മാറി. നിലമ്പൂർ ലിറ്റിൽ ഫ്ളവർ ദേവാലയാങ്കണത്തിൽ നിന്നും നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും വിവിധ ഭക്തസംഘടനകളുടെ ഭാരവാഹികളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് അണിനിരന്നത്. വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ ബാനറിന് മുന്നിൽ അണിനിരന്നു. ഫ്ളോട്ടുകളും പ്ലക്കാർഡുകളുമേന്തി നടന്ന റാലിയിൽ ന്യൂനപക്ഷാവകാശങ്ങൾക്കുമേൽ കടന്നുകയറാൻ ആരെയും അനുവദിക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് റാലി സമാപിച്ചു. തുടർന്ന് നിലമ്പൂർ ലിറ്റിൽ ഫ്ളവർ ഫെറോന വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൽ മുഖ്യപ്രഭാഷണം നടത്തി. കേക്കും മധുരവും നൽകി മയക്കാമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിരപരാധികളായ കന്യാസ്ത്രീകളെ 9 ദിവസമാണ് ജയിലിലടച്ചത്. കുഞ്ഞാടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ രൂപവും ഭാവവും തങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൽ പറഞ്ഞു. ചിലർ ഇപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ എന്താണ് നടന്നതെന്നും ആരാണ് പെടുത്തിയതെന്നും ആരൊക്കെയാണ് സഹായിച്ചതെന്നും അറിയാം. ജയിൽ കാണിച്ച് ക്രൈസ്തവ സമുദായത്തെ ഭയപ്പെടുത്തേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ കന്യാസ്ത്രീകൾ രണ്ടുപേരെയും മോചിപ്പിക്കുവാൻ വേണ്ടി അഹോരാത്രം അധ്വാനിച്ച രാഷ്ട്രീയപരമായ സംഘടനകളെയും സർക്കാരുകളെയും ഞങ്ങൾ അറിയിക്കുന്നില്ല. നന്ദിപൂർവ്വമാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ക്രിസ്തു കർത്താവിന്റെ ആത്മാവെന്ന പേരുകൊണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ അഭിഷിക്തനായിരിക്കുന്നു എന്ന് പറഞ്ഞ് അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വാതന്ത്ര്യവും നീതിയും പ്രദാനം ചെയ്ത ക്രിസ്തുവിന്റെ ആദ്യത്തെ ശിഷ്യര്, നമുക്ക് 2000 വർഷം മുമ്പുള്ള ശിഷ്യര്, അവര് സിലാസും പത്രോസും യോഹന്നാനും കാരാഗൃഹത്തിൽ അടച്ചപ്പോൾ ഒരു ഭരണാധികാരിയില്ല. റോമൻ ഭരണകൂട ഭീകരത, യഹൂദ മതവർഗീയത, ഇവ രണ്ടും സന്ധിയിൽ ഒരു മുഖത്തിന് കീഴിലാക്കി ആ ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊണ്ടതിന്റെ പേരിൽ പേടിച്ചു വരച്ചെങ്കിലും പരിശുദ്ധാത്മാവാൽ പൂരിതരായി അധികാരികളെ മുഖത്ത് നോക്കി ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അവരെ ജയിലടച്ചപ്പോൾ മോചിപ്പിച്ചത് അധാരമല്ല, ദൈവത്തിന്റെ ആത്മാവ്. ഫാദർ ബിജു ജോസഫ്, ഫാദർ തോമസ് ചാപ്രത്ത്, ഫാദർ ആന്റോ ഡൈനീഷ്യസ്, ഫാദർ കുര്യാക്കോസ് കുമ്പകൽ, ഫാദർ സിജോ പാലത്ത്, ഫാദർ ഷിൻഡോ പുലിക്കുഴിയിൽ, ഫാദർ സന്തോഷ്, ഫാദർ ഷിജു ജോൺ, ഫാദർ റോജിൻ, KCYM മേഖലാ പ്രസിഡന്റ് അമിത, ഫ്രാൻസിസ് അമ്പലത്തിങ്ങൽ, ജോയി ചാച്ചിറ, ജസ്റ്റിൻ നീലംപറമ്പിൽ, കന്യാസ്ത്രീമാർ, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.